ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് കാറിനെ കുറിച്ചാണ്. ഈ ഫാസ്റ്റസ്റ്റ് കാർ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പലരുടെയും മനസ്സിൽ ഇപ്പോൾ പല പല കാറുകളുടെ പേരായിരിക്കും തെളിഞ്ഞു വന്നതല്ലേ. പക്ഷേ ഈ കാറിനെക്കുറിച്ച് ആരും അങ്ങനെ അധികം കേട്ടിട്ടുണ്ടാകാൻ സാധ്യതയില്ല. ഓക്കെ, ലെറ്റ്സ് സീ. ബ്രിട്ടീഷ് എഞ്ചിനീയേഴ്സായിട്ടുള്ള റിച്ചാർഡ് നോബിൾ, ഗ്ലിൻ ബൗഷർ, റോൺ എറിസ് ആൻഡ് ജെർമി ബ്ലിസ് എന്നിവർ ചേർന്നൊരു കാർ ഡെവലപ്പ് ചെയ്യുന്നു. എന്നിട്ട് ആ കാറ് വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ലാൻഡ് വെഹിക്കിൾ എന്ന റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ കാറാണ് ത്രസ്റ്റ് SSC ഓർ ത്രസ്റ്റ് സൂപ്പർസോണിക് കാർ. വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് കാർ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും അതിൻ്റെ സ്പീഡ് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ ആകാംക്ഷ. ഇതിൻ്റെ റെക്കോർഡ് ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 1228 km/h ആണ്. അതുപോലെ ഈ കാറാണ് ഒഫീഷ്യലി സൗണ്ട് ബാരിയർ ബ്രേക്ക് ചെയ്ത റെക്കോർഡും ഹോൾഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ കാറിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സാധാരണ ഈ ബ്രിട്ടീഷ് F4 ഫാൻറ്റം 2 ഫൈറ്റർ ജെറ്റ്സിൽ യൂസ് ചെയ്തിരുന്നത് റോൾസ് റോയ്സിൻ്റെ എൻജിൻസ് ആയിരുന്നു ആദ്യം. ഈ സെയിം എൻജിൻ, അതായത് സ്പെയർ ടർബോ ഫാൻ എൻജിൻ, അതാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതും ഒന്നല്ല, രണ്ടെണ്ണം. പിന്നെ ഈ രണ്ട് എഞ്ചിനും കൂടെ ആകെ മൊത്തം 1,02,000 ഹോഴ്സ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത്രയും പവർ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഒരൊറ്റ സെക്കൻഡിൽ 18 ലിറ്റർ ഫ്യൂവലാണ് ഇത് കൺസ്യൂം ചെയ്യുന്നത്. 16.5 മീറ്റർ ലെങ്തും 3.7 മീറ്റർ വിഡ്ത്തുള്ള ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 10.6 ടണ്ണാണ്. ഇത്രയും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള കാർ ഓടിക്കാനായിട്ട് ഒരു റേസ് കാർ ഡ്രൈവറെയോ അല്ലെങ്കിൽ ഒരു F1 ഡ്രൈവറെയോ പകരം ഒരു റോയൽ എയർഫോഴ്സ് വിങ് കമാൻഡറായിട്ടുള്ള ആൻഡി ഗ്രീനെയാണ് ഇവർ സെലക്ട് ചെയ്തിട്ടുള്ളത്. അടുത്തതായിട്ട് ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ട സ്ഥലമാണ്. അതിനായിട്ട് ഈ ടീം തിരഞ്ഞെടുത്തത് അമേരിക്കയിലെ നെവാഡ സ്റ്റേറ്റിലെ ബ്ലാക്ക് റോക്ക് ഡെസേർട്ട് എന്ന സ്ഥലമാണ്. അങ്ങനെ ഒക്ടോബർ 15, 1997 ഒരു പുതിയ വേൾഡ് റെക്കോർഡ് പിറന്നു. ദ വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് കാർ ദാറ്റ് ക്യാൻ ബ്രേക്ക് ദ സൗണ്ട് ബാരിയർ. പുതിയ വേൾഡ് റെക്കോർഡ്. അപ്പോൾ ഒരു പഴയ വേൾഡ് റെക്കോർഡ് കാണണ്ടേ? അതാരായിരിക്കും? നമുക്ക് നോക്കാം. ഒക്ടോബർ 4, 1983 അതേ റിച്ചാർഡ് നോബിളുടെ തന്നെ ത്രസ്റ്റ് എന്നുള്ളൊരു കാറായിരുന്നു അതുവരെയായിട്ടുള്ള ഏറ്റവും ഫാസ്റ്റസ്റ്റ് കാറ്. ടോപ്പ് സ്പീഡ് 1019 km/h. ഇതിൽ പക്ഷേ ഒറ്റ എഞ്ചിനെ യൂസ് ചെയ്തിട്ടുള്ളായിരുന്നു. റോൾസ് റോയ്സിൻ്റെ A1 ജെറ്റ് എഞ്ചിനാണ് ഇതിൽ യൂസ് ചെയ്തത്. അതും 10.6 ടൺ തന്നെയായിരുന്നു വെയിറ്റ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.